ബ്ലോസം വയ്ക്കുന്നതിന് ചാർജർ. നമ്മൾ 2 പട്ടികളെയും കുളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 2 പേരും ചീപ്പ് പിടിച്ചിട്ട് ഇരിപ്പുണ്ട്. ഇതിൽ നമ്മുടെ ഇച്ചുവാണ് വീഡിയോ എടുക്കുന്നത്. ഇച്ചുവാണ് വീഡിയോ എടുക്കണേ. അപ്പൂസ് ഇവിടെ എന്തൊക്കെയോ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ വലിയ സാധനങ്ങളൊന്നും വാങ്ങിച്ചല്ല എപ്പോഴും കുളിക്കുന്നത്. എല്ലാ ആഴ്ചയും കുളിപ്പിക്കാറുണ്ട്. ഇപ്പം വിറ്റമിൻ ഡി ഞാൻ എടുക്കുന്നുണ്ട്. അത് ഷാമ്പൂ ഒന്നും അല്ല, ഒന്ന് പട്ടികൾക്ക് കൊടുക്കുന്നതാണ്. ഇന്ന് കൊടുക്കാത്തതുകൊണ്ട് എടുത്തതാണ്. പിന്നെ നമ്മുടെ സാധാ ഡവ് 10ൻ്റെ ഡവ് സോപ്പ്, പിന്നെ ക്ലിനിക് ഷാമ്പൂ, പിന്നെ ഒരു ചീപ്പ്. ഇത്ര സാധനങ്ങളാണ് നമ്മൾ എടുത്തേക്കുന്നത്. ചൂടിരിപ്പുണ്ട്. അപ്പൂസ് അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഒരു സാധനമുണ്ട്, അവരുടെ ചീപ്പാണ്. ഇത് സിംബയുടെ പുതിയ ചീപ്പാണ്. സിംബയ്ക്ക് കൊടുത്തു. ഇതാണ് നമ്മുടെ സിംബൂട്ടൻ. നമ്മുടെ എൽസയുടെ പുതിയ ചീപ്പാണ്. എൽസിക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നശിപ്പിച്ച് ഇല്ല, അതങ്ങനെ നശിപ്പിച്ചു. എൽസയുടെ പഴയതാണ്. എൽസയാണ് ഇത്. ഇവർ 2 പേരും ഭാര്യയും ഭർത്താവും പോലെയാണ്. അത്രയ്ക്ക് സ്നേഹ. പക്ഷെ സിംബ കുഞ്ഞാണ്. എൽസയ്ക്ക് 4 വയസ്സുണ്ട്. ഇവന് 3 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മുടെ കുളിക്കൽ തുടങ്ങാം. ഇച്ചു ആണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പം തന്നെ നിങ്ങൾ ഇച്ചുവിനെ നോട്ട് ചെയ്തോ. ഇച്ചു ഇവിടെ നിന്നോട്ടാ. ഓക്കെ, 2 പേരും ഭയങ്കര സ്നേഹമാണ്. ഫസ്റ്റ് തന്നെ വിറ്റമിൻ ഡി കൊടുക്കാം. ഇതവിടെ വെക്കൂ, എന്നെ കാണിക്കേ. ഇതവിടെ വെച്ചേ. വിറ്റമിൻ ഡി കൊടുക്കുക. 5 ml, സിംബയ്ക്ക് 2 ml ആണ് കൊടുക്കേണ്ടത്. കുപ്പി കണ്ടിട്ട് എന്താ അവർക്ക് മരുന്നോലെ തോന്നുന്നില്ല എനിക്ക്. 2 ml സിംബയ്ക്ക്. സിംബയ്ക്ക് കുറച്ചു ദിവസത്തേക്ക് വീഡിയോ ഒന്നും ഇല്ലായിരുന്നല്ലോ. അതെന്താ നിങ്ങൾ ചോദിച്ചു കാണുമോ? കുറച്ചു ദിവസത്തെ അത് നമ്മുടെ സിംബോട്ടൻ എല്ലാവരും കണ്ടിട്ടാണെന്ന് വിചാരിക്കുന്നു. അതിനൊക്കെ മുന്നേ ഒരു കുറച്ച് വീഡിയോസ് ആ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അത് സിംബയ്ക്ക് അത് ഹായ് കൊടുത്തില്ലായിരുന്നു. അപ്പൊ സിംബനെ വാങ്ങിച്ചിട്ടുള്ള സമയമായിട്ടുള്ളായിരുന്നു. 2 പേരുടെയും ചീപ്പ് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് എൽസ ചപ്പിയതാണ്. തെക്കല്ലേ കേക്ക്. മരുന്ന് ഇതിനകത്തിട്ട് മാറ്റി വെച്ചേക്കാം. വെള്ളം കൊള്ളണ്ട. ഈ മരുന്നുണ്ടല്ലോ നമ്മൾ അവിടെ കൊണ്ടുപോയി. അപ്പൂസ് നടന്നു പോകുന്ന കണ്ടേ. നടന്ന് വർക്കേരിയയിലേക്ക് പോവാണ് ഗായ്സ്. ഓക്കെ, നമുക്ക് കുളി തുടങ്ങുന്നതിന് മുന്നേ ഈ സാധനങ്ങളൊക്കെ വെച്ച് കുളിപ്പിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഓസ് വേണം. പക്ഷെ ഒരു കാര്യം നമ്മൾ മറന്നുപോയി. വാ ചെന്നിറങ്ങുക. പറയുമ്പോഴേ സ്റ്റോപ്പുകളെ. ഓക്കെ, നമ്മൾ എടുക്കാൻ പോയത് ബക്കറ്റും കപ്പും. ഇത് അപ്പൂസ് മുറിച്ച് അവിടെ കൊണ്ട് വെച്ച് അവിടെ കൊണ്ട് വെക്കേട്ടാ. ഇതാണ് ഗൈസ് പുതിയ ഓസ്. ഇതാണ് ഞങ്ങളുടെ വലിയ മോട്ടർ. എൻ്റെ വീട്ടിലൊരു മോട്ടർ ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. പകുതിയെ പൊട്ടിയിട്ടുള്ളൂ, ഫുള്ളൊന്നും പൊട്ടിയിട്ടില്ല. ചിലപ്പോൾ അത് ഒട്ടിക്കേണ്ടി വരും, ചിലപ്പോൾ ഇത് മേടിക്കേണ്ടി വരും. അമ്മേ ഞാൻ അങ്ങോട്ട് പോട്ടെ, ഞാൻ അവിടേക്ക്. ഓക്കെ, ഞാൻ ഈ ഫോൺ ആരുടെ കൊടുക്കും, ഇവരുടെ കൊടുത്താൽ പിന്നെ അവനൊന്നും അറിയത്തില്ലല്ലോ. സിംബക്കേ മോട്ടർ ഓൺ ചെയ്യേ.
എനിക്കറിയാം ഇവരോട്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ നനച്ചായിരുന്നു. ചെടികളെല്ലാം വേരിലോട്ടാ. സിംബയ്ക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നെയ്മർ ഫാൻസ് കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യുന്ന ഓപ്ഷൻ ഞാൻ കൊടുത്തേക്കാം. അപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് താഴത്തൊക്കെ ചെളിതെറിക്കുക. താഴത്ത് ചെളിതെറിക്കുവാടി. ചെളിതെറിക്കുക. മണ്ണല്ലേ, അത്ര നല്ല മണ്ണല്ല. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എൽസേനെ കുളിപ്പിക്കാം. ഓക്കെ, വെള്ളത്തിനൊക്കെ ഇഷ്ടമാണ്, എന്നാലും അവളിങ്ങനെ ഫോൾസ് വരുമ്പോ അവൾക്ക് എന്താ പേടി പോകും. ഇങ്ങോട്ട് അവിടെ നിൽക്കുക. അയ്യോ, എനിക്ക് പേടിയാടി. നിന്നെയാണ് എനിക്ക് പേടിയാണ്. ഇവിടെ കുത്തുണ്ട്. എൽസേനെ കുളിപ്പിക്കണം, കാണിക്കണേ. ഇവിടെ എന്തുവാണ് അട്ടയും കുട്ടയൊക്കെ ഉണ്ട്. ഇവിടെ എന്തുവാണ് അട്ടയും കുട്ടയൊക്കെ ഉണ്ട്. അപ്പൂസ് ചിരിക്കുന്ന വേണ്ട. തിരിച്ചേ എൽസ ഇനി അതേ രണ്ടുപേരുടെ സോപ്പ് തേക്കലാണ്. ഇവിടെ നിൽക്ക സോപ്പ് അവന് ഫോൾസ് രണ്ടുപേർക്കും കുളിക്കാനൊക്കെ ഇഷ്ടമാണ്. ഫോൾസ് ആണ് അവർക്ക് പേടി അല്ലേ? ഭയങ്കര പേടിയാണ്. സിംബനെ ഒരുപാട് അവനൊന്നും കുളിപ്പിക്കില്ല, കാരണം കൊണ്ടുവന്നിട്ട് അവൻ ഒരുപാട് മാസം ആയിട്ടില്ല. സിംബ എന്ന് പറയുകയാണെങ്കിൽ ഒരു നാടൻ ക്രോസ് നായാണ്. ക്രോസ് ആണെന്ന് കണ്ടാ പറയത്തില്ല. ഇതിന്റെ ഇടയിലൊക്കെ കയറി ഇരുന്നു സമയത്ത് സിംബക്കാണ് പേടി. കുളിക്കാൻ വലിയ പേടിയാണില്ല. ക്രോസ് കൊടുക്കുമ്പോൾ എന്റെ അമ്മ എന്താ മിക്സ് അടിക്കുന്ന സൗണ്ടാണ് കാണിച്ചേ. അപ്പൂസിന് പേടി. അപ്പൂസിന് വെള്ളം അത്ര പേടിയൊന്നുമില്ല. അപ്പൂസിന് കുളിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവന് പറ്റാറില്ല. പണ്ട് എന്റെ അച്ഛൻ കുളിപ്പിക്കുമായിരുന്നു. അത് വേണ്ട, പാവം അവൻ വിറക്കണം. അവന് കുളിക്കാൻ അത്ര ഇഷ്ടമാണ്. ഇനി നമുക്ക് അവന് വാലെനിക്ക് നോക്ക് മൊത്തം അങ്ങനെ. ഇനി നമ്മൾ ക്ലിനിക് ഷാമ്പൂ അവർക്ക് ഇട്ട് കൊടുക്കാം. എന്നെ കാണിക്കേ. രണ്ടുപേർക്കും ആഴ്ചയിൽ ഒരു ദിവസം വിഷമാണ്. ആ ദിവസമാണ് രണ്ടുപേർക്കും ഇഷ്ടമല്ല കുളിക്കാൻ. ട്രൈ ആയിട്ട് ഫസ്റ്റ് സിംബ കുളിപ്പിച്ച് നിൽക്കുമ്പോ കുറച്ച് സമയമാവും. അപ്പോഴേക്കും വേറെ. അതുകൊണ്ട് ഇപ്പൊ എൽസേനെ കുളിപ്പിക്കാം. കണ്ടോ, രണ്ടുപേരും കാണിക്കണം നോക്കും. ഭയങ്കര സ്നേഹം. രണ്ടുപേരും വായി മൂക്കും. രണ്ടുപേരും ഭയങ്കര കളിയാണ്. എൽസേനെ വാലിലൊക്കെ അരി തേച്ച് കൊടുക്കാം. ഞാൻ പറയുന്നത് എന്താണെന്നറിയാവാ? അത് കുളിപ്പിക്കുമ്പോ രണ്ടുപേരും കൂടെ വെക്കണം. രണ്ടുപേരും കൂടെ ഒരുമിച്ച് കുളിപ്പിക്കും. എൽസേനെക്കാളും കുഞ്ഞാണ് സിംബ.
ഇങ്ങനെ കുളിപ്പിക്കും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണ സിനിമയ്ക്ക് എൽസക്ക് ഭയങ്കര ഇഷ്ടം. അത് കണ്ട ഇപ്പൊ എന്താ അത് തേച്ചത്. എനിക്കിങ്ങനെ പട്ടികളോട് എന്താ ഇങ്ങനെ പേടിയാണ്. ഇവൻ പിന്നെ സിംബേനൊക്കെ തൊടും. അപ്പു ചെറിയൊരു പേടിയുണ്ടാവും. അത് സിംബാനെ കാണുമ്പോൾ ഓടിച്ചെന്ന് നേരിട്ട് സാധിക്കണം. സ്നേഹം കൊണ്ടാണ് സിംബ എനിക്ക് ഒരു ദിവസം പണി തന്നിട്ടുണ്ട്. കടിച്ചു പോകട്ടെ. എന്നിട്ട് ഒരു ദിവസം ചെറുതായിട്ട് കടിച്ചു. എന്നിട്ട് എന്നെ കൊണ്ടുപോയി കാറ്റ് കുത്തി മുഖത്ത് 3 ഇഞ്ചക്ഷനാണ് എനിക്ക് വെച്ചത്. എന്നിട്ട് എന്റെ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് എന്റെ അമ്മ കണ്ടു. അതാണ് കുറച്ച് പ്രശ്നം. അല്ലെങ്കിൽ ഞാനൊന്നും പറയില്ല. എന്റെ അമ്മ ഭാഗ്യത്തിനാണ് കണ്ടത്. നിന്റെ അമ്മ ഭാഗ്യത്തിന് കണ്ടുകൊണ്ടാണ് എന്നെ കാന്തക്ക് ഒരു ക്ലീൻ ഷാമ്പു എടുത്ത് എനിക്കിതാ. ദൈവം എല്ലായിടത്തും ഉണ്ടായിരിക്കും. ആ സമയത്ത് ദൈവം നിന്റെ അമ്മയായിരുന്നു. എനിക്ക് ഒരു വർഷം അങ്ങനെ കഴിഞ്ഞു. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ എന്താണെന്നറിയാം, ഇന്നലെ ഒരു പെൻസില് കാണാണ്ട് പോയി. അതാണ് ഞാൻ ഇന്നലെ എടുത്ത് കാണിച്ചത്. കുഞ്ഞു പെൻസില് അത് കാണാണ്ട് പോയിട്ടില്ലേ, ഞാൻ കൊറേ കരഞ്ഞ്. എന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു നിന്റെ അടുത്ത് തന്നെ ഉണ്ട്. നോക്കുമ്പോഴോ ഞാൻ ഒരിക്കലും കഴിയിട്ടാത്ത മറ്റേ ഷർട്ടിന്റെ ഇവിടുത്തെ പോക്കറ്റില് കിടക്കണ്. ഞാനവിടെ പാട്ടും പോയിക്കോട്ടെ ഓളി കിടക്കണം. സിംബ അത് കുഴിച്ചത് ഇപ്പൊ കുളമായിട്ടോ സിംബയുടെ. സിംബയാണ് എനിക്ക്. അപ്പൂട്ടാ ചിരിച്ചേ. അപ്പുകുണ്ടൊരു വൃത്തിയായിട്ട് ഇതാണ്. അപ്പുകുട്ട ഓഫ് ചെയ്തിട്ട് തരും. കാരണം വൃത്തിയായിട്ടാണ്. കുളിപ്പിക്കാൻ അതെടുത്തോണ്ട് പോവാ. പക്ഷെ ആ ചീപ്പെടുത്തേ, വലിയ ചീപ്പെടുത്ത്. അതെടുക്ക. ആദ്യം എടുത്ത് അത് വെക്കാം അവിടെ. എൽസയുടെയാണ് ഇത്. ഒരെണ്ണം വലുതാണ് എൽസയുടെ. ഒളിച്ചോ? സിംബയുടെ വാലൊക്കെ ഇപ്പൊ കാണാനില്ലല്ലോ. തണുക്കുന്നുണ്ട്. അത് കണ്ടോ നിങ്ങള്? സിംബ എന്താ കരയുന്ന സൗണ്ട് ഞങ്ങൾ കേട്ടായിരുന്നു. കേട്ടാ? കഴിഞ്ഞ എന്താ പറയണ്ട. ഇപ്പോൾ സിംബയുടെ വാലൊക്കെ എഴുന്നേറ്റു. വാല് ഒരാഴ്ച ആയതുകൊണ്ട് എൽസയുടെ വാല് വെക്ക്. വെള്ളമൊക്കെ കൊട്ടിക്കളയുന്നുണ്ട് ആൾക്കാരല്ല.
ആ എൽസയുടെ വാലൊന്ന് പൊക്കിക്കേ. ശരിക്കും കണ്ണേനെക്കാളും രസം വീഡിയോയിലാണ്. ഞാൻ കൊറേ നേരമായി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇത് എന്റെ സൈക്കിളില് ആ പൂട്ടാച്ചേന്റെ സൈക്കിൾ ഒന്നും ഇവിടെ കൊണ്ടുവന്ന് വെച്ചാടാ. ചേട്ടൻ്റെ ഇവിടെ കൊണ്ടുവന്നു. സിംബ തണുത്തിട്ട് കരയോ കേട്ടോ. ഞാനിങ്ങനെ എന്താ കാലും കുത്തിയിരുന്ന കൊറേ നേരമായത്. ഞാൻ ഇനി എന്റെ സൈക്കിളിൽ ഇരുന്നോളാം. സൈക്കിളിലാണ് ഞാൻ വന്നത്. അയ്യ അതിലാണ് ഒരു കണ്ണുണ്ട്. രണ്ടുപേർക്കും ഒരു പേടിയില്ല. എനിക്ക് ഇവൻ ചെയ്യുന്ന കാണുമ്പോ എനിക്ക് ചെറുതായിട്ടൊരു കൊതി വന്നു. ഓഫ് ദ മോട്ടർ ആണോ ഓൺ ദ മോട്ടർ ആണോ? ഓൺ ദ മോട്ടർ. എൽസ പാവം പറ്റിക്കുട്ടി. അയ്യോ പറപ്പില്ല. എടി എന്നെ കുളിപ്പിക്കാനാണോ ഇത് ഇങ്ങോട്ട് ഓൺ ചെയ്തിട്ടേക്കാവ്? ബക്കറ്റിലെടുക്കാം വെള്ളം. എടി എനിക്ക് എണ്ണിക്കാൻ ഞാനിരിക്കും. അയ്യോ ഇതെങ്ങനെ ഇരിക്കണ്ട വീഡിയോയിലുണ്ട്. വീഡിയോ ഭയങ്കര ഷെയ്ക്ക് ആവുന്നുണ്ട്. വീഡിയോ ഷെയ്ക്ക് ആവുന്നുണ്ട് കേട്ടോ. എന്നെ കുളിപ്പിക്കല്ലേ? പേടിച്ച് മൂത്രമൊഴിച്ചതായിരിക്കും. എടി എന്നെ കളിച്ചളിയാക്കാൻ ആര് പറഞ്ഞു? തന്നി കടിക്കാണ്ട് നോക്കിക്കോ. ഇത് കൊറേ നേരായി ഗായ്സ്. അച്ഛാമാണിത്. അവർക്ക് പണ്ടാകത്തൊരു സ്വഭാവമുണ്ട്. എൽസയ്ക്ക് സിംബയ്ക്കും. എൽസയ്ക്ക് അത്രക്കില്ല. എന്നെ പൊന്നപ്പ് കുട്ടാ അങ്ങോട്ട് കാണിക്ക. അങ്ങോട്ട് ആ പുല്ലിന് വെള്ളം കൊടുക്കുന്ന പൊട്ടാ പൊട്ടന്നല്ല. അവർക്കുള്ള ഒരു മാസത്തേക്ക് വെള്ളം ആക്കും നീ. ഞാൻ വളർന്ന് മരം. ആ ഇപ്പോഴാണ് ശരിക്കായത്. എടി കുഞ്ഞു അടിക്കും ഞാൻ. ചെറുതായിട്ടൊന്ന് മൈൻഡപ്പ് പോയായിരുന്നു. നമുക്കിത് കൈൻ മാസ്റ്ററിൽ കൊടുത്തത് ശരിയാക്കണം. അപ്പോൾ
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിന്, പട്ടിയെ കുളിപ്പിക്കുന്ന വീഡിയോ കണ്ടതിന് നന്ദി. സിംബേനാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം, എൽസേനാണോ കൂടുതൽ ഇഷ്ടം എന്ന് കമൻറ്റും ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്, സിംബേനെ നമ്മൾ വാങ്ങിച്ചത് ഈ അടുത്താണ്. ജൂലൈ 2-നാണ് സിംബേനെ വാങ്ങിച്ചത്. ജൂൺ 2-നാണ് സിംബേനെ വാങ്ങിച്ചത്. എൽസേനെ വാങ്ങിച്ചത് 2022 മാർച്ച് 6-നാണ്. അപ്പൊ അവൾക്ക് നല്ല പ്രായമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവൾ കുഞ്ഞായിരുന്നു. ഒരു സംഭവം കാണിച്ചു തരാം. നിങ്ങളുടെ വീട്ടിൽ ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിലിത് ഉണ്ട്. ഞങ്ങളുടെ പട്ടികളുടെ അപ്പുറത്ത് ഇവിടെ ഇത് കണ്ടോ, ഇതാണ് ചോരച്ചെടി. ഞങ്ങളങ്ങനെ വളര്. ഇതൊന്ന് പറിച്ചെടുക്കുക. ഇച്ചുവിൻ്റെ മേത്ത് നമുക്കിത് പരീക്ഷിക്കാം. ചോരച്ചെടി എടുത്തിട്ട് പൊട്ടിച്ച ചോര വരും. ഒന്നും കൂടി കാണിച്ചു തരാം. കണ്ടോ, ഇത് ഓറഞ്ച് ചോര. ഇത് മര്യാദയ്ക്ക് പഴുത്തിട്ടുള്ള, ശരിക്കും പഴുത്തത് നല്ല ചോര വരും. പഴുത്തതൊന്നുമില്ല, ചോരച്ചെടിയാണ്. പക്ഷെ ഇത് കൈ വെച്ചൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകണം. ഞാൻ പണ്ട് കാലും തലയിലൊക്കെ വെച്ച് പറ്റിക്കുമായിരുന്നു. നമ്മുടെ അപ്പൂസ് ചെയ്യണം. നമുക്ക് ചിരിച്ചേ, ഗുഡ് ബൈ എന്ന് പറ. ഗുഡ് ബൈ. അപ്പം ടാറ്റാ.